പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ദ ഐലൻഡ് എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഈസ് ദ ഐലൻഡ് എ പ്ലേസ് ലൈക്ക് യുവേഴ്സ്? ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ്? എന്താണ് ചോദ്യം? ദ്വീപ് എന്നുള്ളത് നമ്മുടേതുപോലെയുള്ളൊരു സ്ഥലമാണോ? എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദ്വീപ് എങ്ങനെയാണ് നമ്മളെ സ്ഥലത്തു നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇനി അതിൻ്റെ ആൻസർ എന്താ നോക്കൂ. ആൻ ഐലൻഡ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മൈ പ്ലേസ്. ഒരു ദ്വീപ് എന്നുള്ളത് എന്താണ്? എൻറ്റയർലി തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലമാണ്. ഡിഫറെൻ്റ് ആണ് എന്താ? വ്യത്യസ്തമായ സ്ഥലമാണ്. ഇൻ അവർ സറൗണ്ടിങ്സ്, ഞങ്ങളുടെ ചുറ്റുപാടിൽ വി ഹാവ്, ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഹ്യൂജ് ബിൽഡിങ്സ്, വലിയ ബിൽഡിങ്ങുകളുണ്ട്. മൊബൈൽ ഫോണുകളുണ്ട്. ടെലിവിഷൻ, TV ഉണ്ട്. വെഹിക്കിൾസ്, വാഹനങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി, കറൻറ്റുണ്ട്. ക്രൗഡഡ് പീപ്പിൾ, തിരക്കുള്ള ജനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ, എക്സെട്ര. ബട്ട് ആൻ ഐലൻഡ്, പക്ഷെ ഒരു ദ്വീപിലോ, ഈസ് എ പ്ലേസ് സറൗണ്ടഡ് ബൈ വാട്ടർ. ഒരു ദ്വീപ് എന്നുള്ളത് എന്താണ്? ചുറ്റും വെള്ളമുള്ള സ്ഥലമാണ്. നാലുപാടും വെള്ളമുള്ള സ്ഥലമാണ് ഐലൻഡ്, അല്ലേ. ആൻഡ് ഐലൻഡേഴ്സ് ഹാവ് നോ സച്ച് തിങ്സ്. ആ ദ്വീപിലുള്ളവർക്ക് എന്തില്ല? ഈ സാധനങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ അവർക്ക് ഇല്ല. ദേ ലെഡ്, അവർ നയിച്ചിരുന്നത് എങ്ങനത്തെ ജീവിതമാണ്? ദേ ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. വളരെ ശാന്തമായ ലളിതമായ ജീവിതമാണ് ദ്വീപിലുള്ള ആളുകൾ നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറഞ്ഞത്? ആൻ ഐലൻഡ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മൈ സറൗണ്ടിങ്സ്, അല്ലേ. എൻ്റെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഒരു ദ്വീപ്. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കൂ. ഹൗ ഡിഡ് ദ ഐലാൻഡേഴ്സ് നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ്? എങ്ങനെയാണ് ദ്വീപിലുള്ളവർക്ക് പുറം ലോകത്തെക്കുറിച്ച് മനസ്സിലായിരുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ നോക്കൂ. The only way that the islanders came to know about the world outside was through the ships that passed the island. അല്ലേ, ആ ദ്വീപിൻ്റെ അടുത്തു കൂടി പോകുന്ന കപ്പലുകളിലൂടെ മാത്രമാണ് ആ ദ്വീപിലുള്ള ആളുകൾക്ക് പുറം ലോകത്തെക്കുറിച്ച് മനസ്സിലായിരുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പാരഗ്രാഫാണ്. ആ പാരഗ്രാഫ് നമ്മൾ അതുപോലെ ആൻസറാക്കി എഴുതി. അപ്പോൾ കപ്പലുകളിലൂടെ മാത്രമാണ് ദ്വീപിലുള്ള ആളുകൾക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ഐലാൻഡേഴ്സ് കളക്ട് ദ തിങ്സ് കെയിം അഷോർ? എന്തിനാണ് ദ്വീപിലുള്ള ആളുകൾ അല്ലെങ്കിൽ ദ്വീപ് നിവാസികൾ തീരത്തേക്ക് വരുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിരുന്നത്, ശേഖരിച്ചിരുന്നത് എന്തിനായിരുന്നു? എന്തായിരിക്കും നമുക്കതിൻ്റെ ഉത്തരമെന്ന് നോക്കാം. ഐലാൻഡേഴ്സ് കളക്ട് ആൾ ദ തിങ്സ് ദാറ്റ് കെയിം അഷോർ. ദ്വീപിലുള്ള ആളുകൾ തീരത്തിലോട്ട് വരുന്ന എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിരുന്നു. ബിക്കോസ്, കാരണം എന്താ? ദോസ് തിങ്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ ഐലൻഡ്. കാരണം ആ സാധനങ്ങളൊന്നും എവിടെ അവൈലബിൾ ആയിരുന്നില്ല, ലഭ്യമായിരുന്നില്ല? ദ്വീപിൽ ലഭ്യമായിരുന്നില്ല. ആ ദ്വീപിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? കടലിലൂടെ ഒഴുകി വരുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ അവരെന്ത് ചെയ്തിരുന്നു? കളക്ട് ചെയ്തിരുന്നു. Why did he think that the face in the mirror was his father's? Why did he think? എന്തുകൊണ്ടാണ് അവൻ ചിന്തിച്ചത്? that the face in the mirror, ആ കണ്ണാടിയിലുള്ള മുഖം, was his father's, അവൻ്റെ അച്ഛൻ്റെതാണെന്ന് എന്തുകൊണ്ടാണ് ഫിഷർമാൻ ചിന്തിച്ചത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം നോക്കൂ. The fisherman had never seen his own face before. The fisherman had never seen, ഫിഷർമാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഹിസ് ഓൺ ഫേസ്, അയാളുടെ സ്വന്തം മുഖം, ബിഫോർ, അല്ലേ, ഒരിക്കലും. അപ്പോൾ ഫിഷർമാൻ സ്വന്തം മുഖം ഒരിക്കലും കണ്ടിട്ടില്ല. എ മിറർ ഈസ് എ ന്യൂ തിങ് ടു ഹിം. ഒരു കണ്ണാടി എന്നുള്ളത് അയാൾക്കൊരു പുതിയ സാധനമാണ്, അയാൾ കണ്ടിട്ട് പോലുമില്ല, അല്ലേ. ദ ഇമേജ് ഇൻ ദ മിറർ ഈസ് സിമിലർ ടു ഹിസ് ഫാദേഴ്സ് ഫേസ്. ആ കണ്ണാടിയിലുള്ള മുഖം എന്താണ്? അച്ഛൻ്റെ അതേ മുഖമായിട്ട് അദ്ദേഹത്തിന് തോന്നി. സോ ഹി ബിലീവ്ഡ് ദാറ്റ്, അതുകൊണ്ട് അയാൾ വിശ്വസിച്ചു, ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്, അത് അച്ഛൻ്റെ മുഖമാണെന്ന് അയാൾ വിശ്വസിച്ചു. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഡു യു തിങ്ക് ദ ഫിഷർമാൻ വിൽ ഡു വിത്ത് ദ മിറർ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ആ ഫിഷർമാൻ ആ കണ്ണാടി കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കതിൻ്റെ ഉത്തരം എന്താ നോക്കാം.
ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ദ ഫിഷർമാൻ വിൽ ഷോ ദ മിറർ ടു ഹിസ് വൈഫ്. ആ കണ്ണാടി സ്വന്തം ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയല്ലേ കഥയിൽ നടന്നിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വേർ വിൽ ഹീ കീപ് ദ മിറർ? എവിടെയാണ് അയാൾ ആ കണ്ണാടി സൂക്ഷിക്കുക? വിൽ ഹീ ഹാങ് ഇറ്റ് ഓൺ ദ വാൾ? അവൻ ചുമരിൻ്റെ മുകളിൽ ആ കണ്ണാടി തൂക്കുമോ? വിൽ ഹീ കീപ്പ് ഇറ്റ് എമംഗ് ഹിസ് ക്ലോത്ത്സ്? അതോ വസ്ത്രങ്ങൾക്കിടയിൽ അത് സൂക്ഷിക്കുമോ? ഓർ വിൽ ഹീ ഹൈഡ് ഇറ്റ് സംവെർ? അതോ വേറെ എവിടെയെങ്കിലും അയാൾ ആ കണ്ണാടി ഒളിപ്പിക്കുമോ? ഇതാണ് ആറാമത്തെ ചോദ്യം. ഇനി അതിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു ദ ഫിഷർമാൻ വിൽ നോട്ട് ഹാങ് ദ മിറർ ഓൺ എ വാൾ. ഫിഷർമാൻ കണ്ണാടി എവിടെ തൂക്കൂല? ചുമരമേ തൂക്കൂല. വാൾ എന്താ? ചുമര്. ബിക്കോസ് കാരണം എന്താ? ഹി ഡിഡിൻ നോ എബൌട്ട് എ മിറർ. ഒരു കണ്ണാടിയെക്കുറിച്ച് അയാൾക്ക് അറിയില്ല. ഡെഫിനറ്റ്ലി തീർച്ചയായും ഹി വിൽ കീപ് ദ മിറർ ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്. അയാൾ ആ കണ്ണാടി സൂക്ഷിച്ചു വെക്കും. എങ്ങനെ? ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനം എന്ന കണക്കെ അയാൾ ആ കണ്ണാടി സൂക്ഷിച്ചു വെക്കും. ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹോ മൈ മദർ ഷീ ലുക്സ് സോ യങ്. അല്ലേ, എൻ്റെ അമ്മ, അവൾ എങ്ങനെയായിരിക്കുന്നു? എൻ്റെ അമ്മ എങ്ങനെ? സോ യങ്, നല്ല ചെറുപ്പമായിരിക്കുന്നു. വൈ ഡിഡ് ദ മദർ ലുക്ക് യങ്? എന്തുകൊണ്ടാണ് അമ്മ വളരെ ചെറുപ്പമായി തോന്നിയത്? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഫിഷർമാൻസ് വൈഫ് സോ ഹെർ ഓൺ ഫേസ് ഇൻ ദ മിറർ. ഫിഷർമാൻ്റെ ഭാര്യ അവളുടെ സ്വന്തം മുഖമാണ് കണ്ണാടിയിൽ കണ്ടത്. ബട്ട് ഷീ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഹെർ മദർ. പക്ഷെ അവൾ വിശ്വസിച്ചത് എന്താ? അത് അവളുടെ അമ്മയുടേതാണ് എന്നാണ്. ഷീ ഹാഡ് നെവർ സീൻ എ മിറർ ബിഫോർ. അവൾ ഒരിക്കലും ഒരു കണ്ണാടി കണ്ടിട്ടില്ല. ഫിഷർമാൻസ് വൈഫ് വാസ് വെരി യങ്. ഫിഷർമാൻ്റെ ഭാര്യ എങ്ങനെയാണ്? വളരെ ചെറുപ്പമാണ്. സോ വെൻ ഷീ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, അതുകൊണ്ട് തന്നെ അവൾ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോൾ ഇറ്റ് റിഫ്ലക്റ്റഡ് ഹെർ ഓൺ ഇമേജ്. ആ കണ്ണാടി എന്ത് ചെയ്തു? അവളുടെ മുഖം തന്നെ പ്രതിഫലിപ്പിച്ചു. ബട്ട് ഷീ തോട്ട്, പക്ഷെ അവൾ ചിന്തിച്ചത് എന്താ? ഹെർ മദർ ബിക്കെയിം യങ്. അവളുടെ അമ്മ ചെറുപ്പമായി എന്നാണ് ഫിഷർമാൻ്റെ ഭാര്യ ചിന്തിച്ചത്. എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വാട്ട് വാസ് ദ റീസൺ ഫോർ ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ്? വാട്ട് വാസ് ദ റീസൺ? എന്തായിരുന്നു കാരണം? ഫോർ ദ ഫൈറ്റ്, തല്ലിന് കാരണം അല്ലേ? ബിറ്റ്വീൻ ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ്. ഫിഷർമാനും ഭാര്യയും തമ്മിലുള്ള തല്ലിനുള്ള കാരണം എന്താണ്? അതാണ് എട്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ദ ഫിഷർമാൻ തോട്ട്, ഫിഷർമാൻ ചിന്തിച്ചു. എന്ത്? ദ ഫേസ് ഇൻ ദ മിറർ, ആ കണ്ണാടിയിലുള്ള മുഖം, വാസ് ഹിസ് ഫാദേഴ്സ്, അച്ഛൻ്റേതാണെന്ന്. ബട്ട് ഹിസ് വൈഫ് ബിലീവ്ഡ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിന്തിച്ചതോ? ഇറ്റ് വാസ് ഹെർ മദേഴ്സ് ഫേസ്, അത് അവളുടെ അമ്മയുടേതാണ് എന്നാണ് ചിന്തിച്ചത്. ഇറ്റ് വാസ് ദ റിയൽ റീസൺ ഫോർ ദ ഫൈറ്റ്. ഇതാണ് ശരിക്ക് തല്ലിനുള്ള അല്ലെങ്കിൽ വഴക്കിനുള്ള യഥാർത്ഥ കാരണം. ഇനി അവസാനത്തെ ചോദ്യം പരിശോധിക്കാം. ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഡിഡ് വെൻ ദ മിറർ വാസ് ബ്രോക്കൺ ഇൻ ടു പീസസ്. ആ കണ്ണാടി രണ്ട് കഷ്ണങ്ങളായി അല്ലെങ്കിൽ കഷ്ണങ്ങളായി മാറിയപ്പോൾ ഫിഷർമാനും വൈഫും എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നോക്കൂ അതിൻ്റെ ഉത്തരം. ദേ സ്റ്റോപ്പ്ഡ് ഫൈറ്റിംഗ്. അവരെന്ത് ചെയ്തു? അടി നിർത്തി, വഴക്കുകൂടൽ നിർത്തി. ഈച്ച് അതർ, പരസ്പരം അല്ലേ. വെൻ ദ മിറർ വാസ് ബ്രോക്കൺ, ആ കണ്ണാടി പൊട്ടിയപ്പോൾ. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ ബ്രോക്കൺ പീസസ് ഓഫ് ദ മിറർ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പൊട്ടിയ കണ്ണാടിയിലോട്ട് നോക്കി. ഇറ്റ് റിഫ്ലക്റ്റഡ് ദെയർ ഓൺ ഇമേജസ്. എന്ത് ചെയ്തു? ആ കണ്ണാടി അവരുടെ തന്നെ മുഖങ്ങൾ പ്രതിഫലിപ്പിച്ചു. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റ് ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തുന്നതാണ്.